ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊല നടത്തിയ അഫാൻ എന്ന 23-കാരൻ അവസാനമായി പുറം ലോകത്തുള്ള ഒരു വ്യക്തിയുമായി സംസാരിക്കുന്നത് അയാളുടെ ഒരു സുഹൃത്തിനോടാണ്. അത് ആത്മസുഹൃത്തൊന്നുമല്ല, നല്ല പരിചയമുണ്ടായിരുന്നു. തുടർന്ന് സുഹൃത്തായി പരിണമിച്ച ഒരു വ്യക്തിയെയാണ്. ഇത് അയാൾ നടത്തുന്നത് ഈ കൊലപാതകങ്ങളെല്ലാം പൂർത്തിയായി ആദ്യം ഉമ്മുമ്മയെ കൊല്ലുന്നു, പിന്നീട് പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയെയും കൊല്ലുന്നു, അതിന് ശേഷം കാമുകിയെ കൊല്ലുന്നു, പിന്നീട് അനിയനെ കൊല്ലുന്നു. ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിച്ച സ്വന്തം ഉമ്മ മരണപ്പെട്ടില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവരെയും തലക്കടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. ഇത്രയും ചെയ്തതിന് ശേഷമാണ് 6 മണിയോടുകൂടി അഫാൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് നേരിട്ട് പോകുന്നത്. ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്താറാകുമ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഈ കൂട്ടുകാരൻ നിൽപ്പുണ്ടായിരുന്നു. അയാൾ മറ്റെന്തോ ആവശ്യത്തിനു വേണ്ടി അതുവഴി വന്നതാണ്. പക്ഷേ അഫാൻ അയാളെ കാണുമ്പോൾ ഈ അഫാനോട് ഈ കൂട്ടുകാരൻ കൈ കൊണ്ട് ഇങ്ങനെ ആംഗ്യത്തോടുകൂടി ചോദിക്കുന്നുണ്ട്, എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഫാൻ പറഞ്ഞത്, മച്ചാനെ, എനിക്ക് ഈ പോലീസ് സ്റ്റേഷനിൽ ഒരു ഒപ്പിട്ട് കൊടുക്കാനുണ്ട്, ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ട് വരാം എന്നുമാണ് അഫാൻ ഈ സുഹൃത്തിനോട് പറയുന്നതും അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് കയറി പോകുന്നതും. പോലീസിനോടല്ലാതെ പുറം ലോകത്ത് ഒരു വ്യക്തിയോട് അവസാനമായി അഫാൻ പറയുന്നത് ഈ സുഹൃത്തിനോടാണ്. പറയുന്ന വാചകം ഇതാണ്, മച്ചാനെ, ഞാൻ ഒരു ഒപ്പിട്ട് കൊടുത്തിട്ട് തിരിച്ചു വരാം എന്ന്. അത് വളരെ കൂളായി, യാതൊരു പരിഭ്രമവും ഇല്ലാതെ ആ സമയം പറഞ്ഞു എന്നാണ് ഈ സുഹൃത്ത് പറയുന്നത്. 5 പേരെ കൊലപ്പെടുത്തി 6മതൊരാളെ മൃഗീയപരമായി കൊലപ്പെടുത്താൻ ശ്രമിച്ച് കിടപ്പുണ്ട് എന്ന ഒരു ഭാവഭേദവും കൂടാതെ അഫാൻ തൻ്റെ കൂട്ടുകാരനോട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറുന്നതിനു മുമ്പായി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരൻ്റെ ധൈര്യം എത്ര വലുതാണ് എന്ന് നമുക്ക് പറയാതെ വയ്യ. ആ ധൈര്യത്തിനെ നമ്മൾ വാഴ്ത്തി പറയുകയല്ല, മറിച്ച് അത് പറയാനുള്ള ഒരു സിദ്ധി അയാളെ സ്വഭാവത്തിലും രക്തത്തിലുമൊക്കെ കലർന്നിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. മുഖത്ത് ഒരു ഭാവഭേദവുമില്ല. ഇയാൾ കൊലപാതകങ്ങൾ നടത്തി അവസാനം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് അയാൾ കുളിച്ചു, അയാൾ ഡ്രസ്സു മാറി, ശരീരത്തിലുണ്ടായിരുന്ന രക്തക്കറ അയാൾ തുടച്ചു മാറ്റി, എല്ലാം ക്ലീനാക്കിയിട്ട് അയാൾ യാതൊരു തരത്തിലുള്ള ഒരു കുറ്റകൃത്യവും ചെയ്യാത്ത ഭാവത്തോടു കൂടി ആണ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാൻ എത്തിയത്. അത് തന്നെ ഇയാൾ ആദ്യം താൻ 6 പേരെ കൊലപ്പെടുത്തി എന്ന് പോലീസിനോട് പറയുമ്പോൾ പോലും ഉപയോഗിച്ച ഭാഷ, ഞാനൊരു 5-6 എണ്ണത്തിനെ തട്ടിയിട്ടുണ്ട് സാറേ എന്നാണ് അയാൾ പറയുന്ന വാചകം. എത്ര കൂസലില്ലാതെയാണ് 5-6 പേരെ, സ്വന്തം ഉമ്മ, സഹോദരൻ, കാമുകി, വല്യുപ്പ, ഉമ്മുമ്മ, വല്യുപ്പയുടെ ഭാര്യ, ഇവരെയൊക്കെ കൊലപ്പെടുത്തി എന്ന് പോലീസിനോട് പറയാൻ അയാൾ ഉപയോഗിച്ച ഭാഷ പോലും ഞാൻ 5-6 എണ്ണത്തിനെ തട്ടിയിട്ടുണ്ട് സാറേ എന്നാണ്. പോലീസിന് ഇയാളുടെ ആ കൂസലില്ലായ്മ കാരണം വിശ്വസിക്കാൻ പോലും തോന്നിയില്ല. ഇയാൾക്ക് വല്ല വട്ടായിരിക്കുമെന്നാണ് പോലീസ് ആദ്യം കരുതിയത്. കാരണം 5-6 പേരെ കൊലപ്പെടുത്തിയ ഒരു വ്യക്തി കാണിക്കുന്ന സ്വാഭാവികമായ പരിഭ്രമം ഈ അഫാൻ്റെ മുഖത്ത് ലവലേശം ഇല്ലായിരുന്നു. അതാണ് നമ്മളെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്നത്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ ആ വ്യക്തി അന്ന് രാത്രി പോലീസ് സ്റ്റേഷനിൽ സുഖമായി ഭക്ഷണം കഴിച്ച് സുഖമായി കിടന്നുറങ്ങി. ഒരു തരത്തിലും അയാൾക്ക് ഉറക്കത്തിന് ഒരു വിഘ്നവും വന്നില്ല. ഇതാണ് ഇപ്പോഴും എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ
തെളിവെടുപ്പിന് ആ കൊലപാതകങ്ങൾ നടത്തിയ സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോകുമ്പോഴും യാതൊരു ഭാവവ്യത്യാസവും കൂടാതെയാണ് അയാൾ ഓരോ കാര്യവും വിവരിച്ചു കൊടുക്കുന്നത്. അതും ഒരു വരി പോലും ഇഴതെറ്റാതെയാണ് അയാൾ ആവർത്തിച്ച് പറയുന്നത്. വല്യുപ്പാപ്പയെ കൊന്നതിന് ശേഷം അയാളോടുള്ള രോഷം തീരാതെ അയാളുടെ കാറിൻ്റെ കീയും എടുത്തുകൊണ്ട് അയാൾ വീടിൻ്റെ കീയും മൊബൈലും കാറിൻ്റെ കീയും മൊബൈലും എടുത്ത് സമീപത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ എറിഞ്ഞതിന് ശേഷമാണ് അയാൾ മടങ്ങുന്നത്. അത്ര വൈരാഗ്യം ഈ വ്യക്തിക്കുണ്ടായിരുന്നു. അത് മുഴുവൻ അയാൾ കൃത്യമായും അവിടെ തെളിവെടുപ്പിന് പോയപ്പോൾ കാണിച്ചു കൊടുക്കുകയും പോലീസ് അത് കണ്ടെടുക്കുകയും ചെയ്തു. ആ മൊബൈലും കണ്ടെടുത്തു, ആ കാറിൻ്റെ കീയും പോലീസ് കണ്ടെടുത്തു. ഇതെല്ലാം ഒരു വ്യക്തിക്ക് വെറും നിസ്സംഗതയോടുകൂടി പറയാൻ കഴിയുന്നു എന്നുള്ളത് വല്ലാത്ത ഒരു കാര്യമായി നമുക്കെല്ലാം തോന്നും. പക്ഷേ ഈ ധൈര്യമെല്ലാം ഒരു 23 വയസ്സുകാരന് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം വലിയ പകയൊന്നും ഉണ്ടാകേണ്ട സംഭവങ്ങളല്ല. താമസിച്ച വീട് വിറ്റാൽ പോലും അതിൽ നിന്നുള്ള തുക കൊണ്ട് ഈ 65 ലക്ഷം രൂപയുടെ കടം അവർക്ക് വീട്ടാൻ പറ്റുമായിരുന്നു. 10 സെൻറ്റ് സ്ഥലവും വീടുമാണുള്ളത്. 2 നില വീടാണ്, എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വീടാണ്. ആ വീട് വിറ്റാൽ കിട്ടുന്നതേ ഉള്ളൂ ഈ പണം. പക്ഷേ അതിനെയും മറികടന്നുകൊണ്ട് ഈ കുടുംബം എന്തിന് ആത്മഹത്യയിലേക്ക് പോയി എന്ന് ആദ്യം തീരുമാനത്തിലേക്ക് പോയി എന്നുള്ളത് ഇവർക്ക് ശരിയായ രീതിയിലുള്ള ഒരു പ്ലാനിങ് ഇല്ലായിരുന്നു. ഈ ഗൾഫിലുള്ള ഭർത്താവ് ഇവിടുത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അറിയരുതെന്ന് ഭാര്യ ഷെമി ആഗ്രഹിച്ചിരുന്നു. ഇവിടെ നടന്ന അതിര് കടന്ന ചെലവുകളെല്ലാം തന്നെ ആ സ്ത്രീ ഭർത്താവിൽ നിന്നും മറച്ചു വെച്ചു. മൂത്ത മകൻ്റെ ധൂർത്തും അവർ ഭർത്താവിനെ അറിയിച്ചില്ല. യവൻ്റെ സ്വഭാവ ദൂഷ്യങ്ങൾ നന്നായി അറിയുന്ന ഒരു മാതാവായിട്ട് പോലും ഷെമി അത് ഭർത്താവിനോട് പറയാതെ ഒളിപ്പിച്ചു വച്ചു. അതുപോലെ ബന്ധുക്കളോടും ഇത് പറയുന്നതിൽ അവർ മടി കാണിച്ചു. യഥാർത്ഥത്തിൽ ആ മടിയാണ് ഈ അഫാൻ എന്ന് പറയുന്ന 23കാരനെ ഈ സ്ഥിതിയിൽ എത്തിച്ചതും. ചോദിക്കുന്നതെല്ലാം മാതാവിൽ നിന്നും കിട്ടാൻ തുടങ്ങിയപ്പോൾ അയാൾ അതിൽ വലിയ ആർഭാടവും ആശ്വാസവും കണ്ടെത്തി. അയാൾക്ക് വേണ്ടതെല്ലാം ഉമ്മ കൊടുക്കും, കടം വാങ്ങിയിട്ടാണെങ്കിലും കൊടുക്കും എന്ന സ്ഥിതി വന്നപ്പോൾ അയാൾ മറ്റൊന്നും ആലോചിച്ചില്ല, ആ ആർഭാടത്തിൻ്റെ വഴിയേ തന്നെ പോയി എന്നുള്ളതാണ്. ഒരു കടയിൽ സെയിൽസ്മാനായി പോയാൽ പോലും അയാളുടെ ചെലവിനുള്ള തുക കിട്ടുമായിരുന്നു. മുമ്പ് ഈ വെള്ളം കൊടുക്കുന്ന വണ്ടി ഓടിക്കാൻ കുറച്ച് നാൾ പോയി എന്ന് പറയുന്നു, മുട്ട വ്യാപാരം നടത്തി എന്ന് പറയുന്നു. പക്ഷേ അതിനെ സംബന്ധിച്ചുള്ള വാർത്തകളൊന്നും പിന്നീട് വന്നതുമില്ല. അതെല്ലാം ശരിയായിരുന്നോ എന്നുള്ളതറിയാൻ നമുക്കെല്ലാം ആഗ്രഹം ഉണ്ട് താനും. പക്ഷേ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ധൈര്യം ഈ അഫാന് നൽകുന്നതിൽ മയക്കുമരുന്നിന് സ്വാധീനമുണ്ടോ എന്നുള്ള കാര്യം തന്നെയാണ്. അല്ലാതെ സ്വാഭാവികമായും ഒരു ക്രിമിനൽ മൈൻഡ് ഇയാൾക്കുള്ളതായി മുൻകാല ചരിത്രം ഒന്നുമില്ല. അപ്പോൾ ഒറ്റ ദിവസം 6 പേരെ കൊല്ലാൻ പദ്ധതിയിട്ട് അത് കൃത്യമായ ആസൂത്രണത്തോടെ നടപ്പാക്കാൻ ഇയാൾ കാണിച്ച ധൈര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്രൈം ഹിസ്റ്ററിയിലെ ഒരു പുതിയ ചാപ്റ്ററായി തന്നെ പഠിക്കേണ്ടി വരും.